ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ബിഷപ്പിന്റെ വില നന്നായി അറിഞ്ഞതുകൊണ്ട് ഇനി ആരും പട്ടിണി കിടക്കരുത് എന്ന അയ്യപ്പൻ ചേട്ടന്റെ ചിന്തയിൽ നിന്ന് ഉണ്ടായൊരു കടയാണിത്. വെറും 5 രൂപയ്ക്ക് പലതരം വടകളും 25 രൂപയ്ക്ക് പൂരി മസാല സെറ്റും കിട്ടുന്ന ഈ ഒരു കടയെക്കുറിച്ച് കൂടുതൽ അറിയാം. ഈ ഒരു ഷോപ്പ് വരുന്ന ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ കട എന്ന് പറയുന്ന ഷോപ്പാണ്. ഈ ഒരു കടയ്ക്ക് വളരെ ചെറിയ സ്പേസ് ആണ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ. പക്ഷെ അകത്ത് വരുമ്പോഴത്തേക്കും ഇതേ കണ്ടോ, ഈ താഴോട്ട് ഇങ്ങനെ സ്റ്റെപ്പിറങ്ങി പോകുമ്പോൾ ഫാമിലി റൂംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇരുന്ന് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. നമ്മൾ പാഴ്സൽ മേടിച്ചിട്ട് പോകുന്നവരുണ്ട്. ഇവിടുത്തെ ഒരു കോംബോ സെറ്റ് എന്ന് പറഞ്ഞാൽ 4 പൂരി ഒരു കടിക്ക് 25 രൂപയാണ്. അത് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും 25 രൂപയാണ്. പാഴ്സൽ കൊണ്ടുപോയാലും അതേ റേറ്റ് തന്നെയാണ് ആവുന്നത്. പിന്നെ എക്സ്ട്രാ പറയുവാണെങ്കിൽ ഇവിടെ ചായ ഉണ്ട്, കട്ടൻ ചായ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ തന്നെയാണ് മാവ് അരച്ച് ഇവര് തന്നെയാണ് ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് നമുക്ക് കൊടുക്കുന്നത്. കിഴങ്ങ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ പരിപ്പ് വട. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചൂടായിട്ടിരിക്കുന്ന പരിപ്പ് വടയാണ്. ഈ പരിപ്പ് വടയ്ക്ക് 5 രൂപയാണ്. അത്യാവശ്യം നല്ല വലിയ പരിപ്പ് വടയാണ് കേട്ടോ. ഇവരിത് ഉണ്ടാക്കി ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല ക്രിസ്പി ആൻഡ് ചൂടായിട്ട് ഇവിടെ വരുന്നവർക്ക് കിട്ടും. ഇത് വാഴക്ക ബജിയാണ്. നമ്മൾ തിരുവനന്തപുരത്തുകാര് മൊന്തൻ കായ എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് കാ വെച്ചിട്ടാണ് ഈ ബജി ഉണ്ടാക്കുന്നത്. ഇതും 5 രൂപയാണ്. നമ്മൾ സാധാരണ നോർമൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ വലുപ്പം തന്നെയാണ്. വലുപ്പത്തിനൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല ഇവിടെ. ഇതും 5 രൂപയാണ് ഈ ഒരു വാഴക്ക ബജി വരുന്നത്. നല്ല ചൂട് ഉഴുന്നുവട കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ്. നല്ല മൊരിഞ്ഞിരിക്കുവാണ്. ഇപ്പൊ ഇത് ഞാൻ പിടിക്കുമ്പോൾ തന്നെ നല്ല ചൂടാണ് ഈ പാത്രത്തിൽ തന്നെ. അപ്പൊ ഇവരിങ്ങനെ ഉണ്ടാക്കി ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് മാവ് ആട്ടിക്കൊണ്ട് ഇരിക്കുന്നതും ഒരു സൈഡിൽ ഇങ്ങനെ വടകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും എല്ലാ പ്രോസസ്സും ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ള വടയാണ്. വെറും 5 രൂപയാണ്. അപ്പോൾ ഇവിടെ ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡെയിലി ഉഴുന്നുവട, പരിപ്പ് വട, ബജി, സമൂസ, പിന്നെ ചില ദിവസം പത്തിരി കാണും. അങ്ങനെ മാറി മാറി ഐറ്റംസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കറക്റ്റ് 4 പൂരി, ഒരു കടി, അതിന്റെ കൂടെ ഉള്ള കറി. എത്രയായിട്ട് 25 രൂപയാണ്. അപ്പൊ ഇവിടുത്തെ സ്റ്റാഫ് മലൈക്കനിയാണ്. ഇവിടുത്തെ എല്ലാം നോക്കുന്ന ഓൾ ഇൻ ഓൾ ആണ്. അപ്പൊ പുള്ളി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് പൂരിയുടെ സൈസ് വരുന്നത്. നല്ല മുരിഞ്ഞിരിക്കുന്ന നല്ല പൊങ്ങി വരുന്ന പൂരിയാണ് കേട്ടോ. ക്യാരറ്റ്, പൊട്ടാറ്റോ, പിന്നെ ബീൻസ് എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. പൂരിക്ക് കറക്റ്റ് ആയിട്ട് ചേരുന്ന കറി തന്നെയാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് എനിക്ക് പറയാൻ അറിയില്ല. ഒരു പ്രത്യേകതരം മസാലയൊക്കെയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. എന്തായാലും പൂരിക്ക് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇപ്പൊ നോർത്ത് ഈസ്റ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്നവർക്ക് അറിയാം ഇതിന്റെ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേകതരം ടേസ്റ്റ്. നമ്മള് ട്രിവാൻഡ്രത്ത് ഞാൻ അധികം കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ടേസ്റ്റ് ഈ ഒരു കറിക്ക്. അപ്പൊ ഈ പൂരിയായിട്ട് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ കറി. അധികം തിക്കല്ല. അധികം തിക്കായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മത്ത് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ അധികം തിക്കും അല്ല, പക്ഷെ ഒത്തിരി തിന്നും അല്ല. നല്ലൊരു രീതിയിലുള്ള ഗ്രേവിയാണ് ഇത് വന്നിരിക്കുന്നത്. പൂരിയിൽ ഒട്ടും തന്നെ എണ്ണമയമില്ല, എണ്ണ കുടിച്ചിട്ടില്ല. സാധാരണ പൂരി നമ്മൾ എടുക്കുമ്പോൾ തന്നെ ചിലതിട്ട് എണ്ണ ഇങ്ങനെ ഇറ്റ് വീഴുന്നോണ്ടിരിക്കും. പക്ഷെ ഇതില് ഒട്ടും തന്നെ നമുക്ക് എണ്ണ കുടിക്കാത്ത പൂരിയാണ് കേട്ടോ. ഓയിൽ ഫ്രീ ആണ്. ഈ വട നോക്കിയാൽ നല്ല ക്രിസ്പിയാണ് കേട്ടോ. കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഉഴുന്നുവടയ്ക്ക്. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് വടയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ വട എന്താണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ എടുത്തത് അധികം ചൂടില്ല, പക്ഷെ എങ്കിലും ആ ഒരു ക്രിസ്പിനെസ് പോയിട്ടില്ല. ഇപ്പോഴും ആ ഒരു ക്രിസ്പിയോടെ തന്നെ ഇരിക്കുന്ന ഒരു വടയാണത്. അപ്പൊ നമുക്കിത് കഴിച്ചു തീർക്കാം.
പൂരി കഴിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ പരിപ്പൂട കണ്ടിട്ട് കഴിക്കാതിരിക്കാൻ തോന്നുന്നില്ല കേട്ടോ. അതിന്റെ കൂടെ നല്ല കടുപ്പം കുറച്ചിട്ടുള്ള കട്ടൻ ചായയും മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷൻ ആണല്ലോ, കട്ടൻ ചായ പരിപ്പ് വട. അപ്പൊ എന്തായാലും കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കട്ടൻ ചായക്ക് നല്ല ചൂടുണ്ട്. ഒന്നും പറയാൻ തോന്നില്ല, കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതിന്റെ പുറത്ത് ക്രിസ്പിനെസ് ആണ്, പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അകത്ത് വരുമ്പോ ആ മാവെല്ലാം നല്ല കുക്കായിട്ട് നല്ല മൊരിഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ സാധാരണ ഇതിനകത്ത് മാവ് മാത്രം ഇങ്ങനെ ഫില്ല് ചെയ്ത് വേവാതിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലെയല്ല. ഇതിനകത്ത് മാവ് നല്ല മുരിഞ്ഞ് വെന്തിരിപ്പുണ്ട്. അതുപോലെ പുറമേ ആണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ക്രിസ്പിയുടെ മാത്രമല്ല, ഇവര് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെത്തേഡും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ കൂടെ കട്ടൻ ചായ. അവധി ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ കടയിലെ ഓണർ അയ്യപ്പൻ ചേട്ടനെ ഇനി പരിചയപ്പെടാം. എന്റെ പേര് അയ്യപ്പനാണ്. എന്റെ സ്ഥലം ഉദയംകുളങ്ങര, മലയാളി ഇതാണ്. ഇത് നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് 2 മാസം ആയതുകൊണ്ടാണ്. കടയായിട്ട് തുടങ്ങിയിട്ട് 5 കൊല്ലമായി. ഇവിടുത്തെ ബസ്സില് വട, ചായ, പൂരിക്കറി എല്ലാം ബസ്സിലാണ്. ഇവിടെ സിറ്റിയിൽ നിന്ന് ഇവിടെ 6 കിലോമീറ്റർ ഡിഫറൻറ്റ് ഉള്ളൂ. നേമോ വെള്ളാങ്ങണി ബസ് സ്റ്റോപ്പാണ് പറയുന്നത്. വെള്ളാണി സിഗ്നലിന്റെ തൊട്ടടുത്താണ് നേമോ. സമയം വെളുപ്പാല 4 മണി മുതൽ രാത്രി 9 മണി വരെ പ്രവർത്തിക്കും. പൂരി സമയം വെളുപ്പകാല 6 മണി മുതൽ രാവിലെ 10 മണി വരെ. പിന്നെ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെ പൂരിയുടെ സമയം. പിന്നെ ചായ വട എപ്പോഴും കിട്ടും. നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റാണ്. പ്രൈസ് അതിന് വളരെ വളരെ കുറവല്ല, ഏറ്റവും വളരെ അതിൻ്റെതായ ടേസ്റ്റും ഉണ്ട്. നല്ല ഒരു കടയൊക്കെ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. 5 രൂപയുള്ളൂ. ഇന്നത്തെ കാലത്ത് 5 രൂപയ്ക്കൊന്നും കിട്ടുന്ന സമയത്ത് 5 രൂപയ്ക്ക് അവർ അത് കൊടുക്കുമ്പോൾ അത് എത്രയായാലും നല്ലതല്ലേ. എല്ലാ ദിവസവും കഴിക്കില്ലെങ്കിലും രൂപയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കഴിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾക്കടയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു സ്പോട്ടുമായിട്ട് നല്ല വിശേഷങ്ങളായിട്ട് എത്തുന്നത് വരേക്കും ബൈ.